ഞാനിപ്പോൾ നിൽക്കുന്നത് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലാണ്. ഇവിടെ യൂത്ത് കോൺഗ്രസിന്റെയും നേതൃത്വത്തിൽ വലിയ പ്രതിഷേധം ഇവിടെ നടക്കുകയാണ്. അപ്പൊ ആ പ്രതിഷേധത്തിൽ തന്നെ ഭാഗമായിട്ടാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത്. ഇത് ആദ്യ സംഭവമല്ല, നിരവധി തവണ ഇത് ആവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ആരോഗ്യമന്ത്രി നമ്പർ 1 എന്ന് നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നിരവധി പേരുടെ ജീവൻ ഇവിടെ നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യമാണ്. ഈ സാഹചര്യം സംജാതമായിട്ടുള്ളത് എങ്ങനെയാണെന്ന് നമുക്ക് പരിശോധിക്കാം. എല്ലാ ജില്ലകളിലും ജില്ലാ ആശുപത്രികളുണ്ട്. കൊല്ലം ജില്ലയിൽ ഒരു മെഡിക്കൽ കോളേജ് ഉണ്ട്. അവിടെ ഒരു അടിസ്ഥാന സൗകര്യവും ഇല്ലാത്തൊരു സാഹചര്യം ഉണ്ടാക്കിയത് ഈ ഗവൺമെന്റാണ്. ഈ ഗവൺമെന്റ് ജില്ലാ ആശുപത്രിയിൽ ഒരു അടിസ്ഥാന സൗകര്യവും കൊടുത്തിട്ടില്ല. കൊല്ലം ജില്ലയിലെ മെഡിക്കൽ കോളേജിൽ യാതൊരു സൗകര്യം കൊടുത്തില്ല. അവിടുത്തെ രോഗി തിരുവനന്തപുരത്തേക്ക് വരുന്ന ഒരു സാഹചര്യം എന്നുള്ള ഈ ഗവൺമെന്റ് ഉണ്ടാക്കിയതാണ്. ഈ ഗവൺമെന്റിന്റെ ഉത്തരവാദിത്തമാണ് ഈ കുടുംബം ഈ തരത്തിൽ ഒരു പാവപ്പെട്ട ആള് മരണത്തിലേക്ക് തള്ളിവിട്ടത് ഈ ഗവൺമെന്റിന്റെ കഴിവുകേട് കൊണ്ടാണ്. ഇത് ആർക്കും മറച്ചുവെക്കാൻ സാധിക്കില്ല. ഏതെങ്കിലും പാവപ്പെട്ട ഒരു ഡോക്ടറിന്റെ ചുമലിൽ കൊണ്ട് കെട്ടിക്കൊണ്ട് ഈ സംവിധാനത്തെ ഈ തരത്തിൽ അതപ്പുറത്ത രീതിയിലാക്കിയതിന്റെ മുഖ്യ ഉത്തരവാദിത്വം എന്ന് പറയുന്നത് ആരോഗ്യമന്ത്രിക്കാണ്. ആരോഗ്യമന്ത്രി ഇതിൽ നിന്ന് കൈകഴുകി രക്ഷപ്പെടുവാൻ ഒരു കാരണവശാലും സാധിക്കില്ല. ഇവിടെ കാർഡിയോളജി വിഭാഗത്തിൽപ്പെട്ട ഒരു ചികിത്സയ്ക്ക് വന്ന ആളാണ് മരണപ്പെട്ടത്. അദ്ദേഹത്തെ കാർഡിയോളജിയിൽ എന്താണ് ചികിത്സ? തിരുവനന്തപുരം മെഡിക്കൽ കോളേജില് പരിസരത്തുള്ള താലൂക്ക് ആശുപത്രികളിൽ ഒന്നും തന്നെ ആൾക്കാർക്ക് ചികിത്സയില്ല. ജില്ലാ ആശുപത്രി ചികിത്സയില്ല, ജനറൽ ആശുപത്രി ചികിത്സയില്ല. ഇവരെല്ലാം കൂടി മെഡിക്കൽ കോളേജിലേക്ക് വരുന്നു. മെഡിക്കൽ കോളേജിൽ 50 പേര് വരേണ്ട സ്ഥലത്ത് 500 പേര് വരുമ്പോൾ ഇവിടുത്തെ ഡോക്ടർമാർ എന്ത് ചികിത്സയാണ് അവർക്ക് കൊടുക്കാൻ സാധിക്കുന്നത്? അപ്പോൾ അടിസ്ഥാന സൗകര്യത്തിൽ ഗുരുതരമായ വീഴ്ച സംഭവിച്ചു. ഇവിടെ ഉപകരണങ്ങൾ ഇല്ലാത്തതുകൊണ്ട് തന്നെ ചികിത്സാ ഉപകരണങ്ങൾ സ്റ്റെന്റ് ആയാലും മറ്റ് ആൻജിയോഗ്രാം ഇതെല്ലാം ചെയ്യുന്നതിന് വേണ്ടി ഒരു സംവിധാനവും ചെയ്തു കൊടുക്കാൻ കഴിയാത്ത സാഹചര്യത്തിൽ ഏതെങ്കിലും ഡോക്ടറിന്റെ പണിയിൽ മാത്രം കെട്ടിവെച്ച് ഇത് രക്ഷപ്പെടാൻ കഴിയില്ല. ഇവിടുത്തെ ഗവൺമെന്റ്, ഇവിടുത്തെ ആരോഗ്യവകുപ്പ് പാവപ്പെട്ടവന്റെ ജീവന് ഒരു സുരക്ഷിതത്വവും ഒരു ജീവന് ഒരു പ്രാധാന്യവും കൽപ്പിക്കാത്തത് കൊണ്ടാണ് ഇന്ന് ഇങ്ങനെ ഒരു മരണത്തിലേക്ക് ആ പാവപ്പെട്ട മനുഷ്യനെ തള്ളിവിടേണ്ട സാഹചര്യം ഉണ്ടായത്. ഇതിപ്പോൾ ഏതെങ്കിലും തരത്തിലുള്ള ഒരു നടപടിയൊക്കെ ഉണ്ടാവും വരെ പ്രതിഷേധം മുന്നോട്ട് കൊണ്ടുപോകാൻ തന്നെയാണ് ഉദ്ദേശിക്കുന്നത്? തീർച്ചയായിട്ടും യൂത്ത് കോൺഗ്രസിന്റെയും നേതാക്കൾ പ്രതിഷേധ രംഗത്താണ്. ആ പാവപ്പെട്ട മനുഷ്യന്റെ ജീവൻ നഷ്ടപ്പെട്ടു കഴിഞ്ഞു. ആ നഷ്ടപ്പെട്ട ജീവന് പകരം കൊടുക്കുവാൻ ഒന്നും സാധ്യമല്ല. പക്ഷേ ആ കുടുംബത്തിനെ സംരക്ഷിക്കുവാൻ ഈ ഗവൺമെന്റ് തയ്യാറാകേണ്ട ആവശ്യമുണ്ട്. അതുവരെ ഈ ഗവൺമെന്റ് തയ്യാറാകുന്നതുവരെയും ഇനിയുള്ള സമരങ്ങൾ ഞങ്ങൾ തുടർന്നുകൊണ്ടുപോകും. പക്ഷേ ഇത് വീണ്ടും ആവർത്തിച്ചുകൊണ്ട് കാര്യമില്ല. ഇത് ഗവൺമെന്റ് 1-2 തവണയല്ല, എത്രയോ തവണയായി. അപ്പൊ ഇത് എത്ര വന്നാലും ഒന്നും പഠിക്കാത്തൊരു ഗവൺമെന്റ്. ആരോഗ്യമന്ത്രിക്ക് അല്പമെങ്കിലും ഉളുപ്പുണ്ടെങ്കിൽ രാജിവെച്ചു പോകണം എന്നാണ് ഞങ്ങൾ ആവശ്യപ്പെടുന്നത്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.